ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതില് കണ്ടോ, രണ്ട് ഡയലക്ട്രിക് വെച്ചാണ്. ഒന്ന് K1 മക്കളെ എന്താ, ഒന്ന് K2 വെച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ നമ്മൾ ഡയലക്ട്രിക്കിന്റെ സെക്ഷനിൽ കാണുന്നത് പോലെയല്ല അതിന്റെ വെപ്പ്. ഇത് ഇങ്ങനെ രണ്ട് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം ഒരു പ്ലേറ്റ് ഇതാ, ഈ കപ്പാസിന്റെ ഏരിയ മൊത്തം A ആണ്. ഈ കപ്പാസിന്റെ ഏരിയ മൊത്തം എന്താണ് മക്കളെ, A ആണ്. മക്കളെ ഈ പ്ലേറ്റിന്റെ ഏരിയ ആണ് ഞാൻ വരയ്ക്കുന്ന പ്ലേറ്റ്. ഞാൻ നിങ്ങളോട് കപ്പാസിറ്റി എടുക്കുമ്പോഴേ പറഞ്ഞായിരുന്നു ഈ ലൈൻ എന്ന് പറയുന്നത് പ്ലേറ്റ് ആണ് ശരിക്കും. അപ്പൊ ഈ പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റിന്റെ പകുതി ഏരിയയില് K2 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് വെച്ച് ഫിൽ ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള ബാക്കി പകുതി ഏരിയയിലും K1 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് വെച്ച് ഫിൽ ചെയ്യുന്നു. മക്കളെ ഡിസ്റ്റൻസ് D, ആ D മൊത്തം ഇത് ഫിൽ ചെയ്ത് നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം, നമ്മൾ ഈ കേസ് മറ്റേ കേസ് നമ്മൾ എന്താ വ്യത്യാസം മക്കളെ? മറ്റേ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഡയലക്ട്രിക്കിന്റെ കേസുകളിലൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഡയലക്ട്രിക് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെ? നമ്മൾ ഇങ്ങനെയാണ് ഡയലക്ട്രിക് വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ? അതായത് ഇത് T1 തിക്നെസ്, ഇത് T2 തിക്നെസ്, ഇതായിരുന്നു D. ഓക്കെ, അപ്പൊ ഈ ഡയലക്ട്രിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഡയലക്ട്രിക് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഏരിയ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏരിയ എന്ന് ഞാൻ പറഞ്ഞ മക്കളെ D എന്നല്ല, D മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ ഇതാ നോക്കൂ, ഇതാ ഇതൊരു കപ്പാസിറ്റർ ആണ്. ഇവിടെ നമ്മൾ എന്ത് വെച്ചു? ഒരു ഡയലക്ട്രിക് വെച്ചു. മക്കളെ ഈ ഡയലക്ട്രിക്കിന്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ഈ ഡയലക്ട്രിക് ഇതാ മക്കളെ, ഇതാണ് പ്ലേറ്റ് കേട്ടോ, ഇതാണ് പ്ലേറ്റ്. പ്ലേറ്റിന്റെ ഏരിയ മൊത്തം ഈ ഡയലക്ട്രിക് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ നമ്മളെ സെപ്പറേഷൻ മൊത്തം കവർ ചെയ്യില്ല. കാരണം ഇവിടെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്, ഇവിടെ മക്കളെ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ടൈപ്പാണ്. എന്താ ഇതിന്റെ കപ്പാസിറ്റി ഇക്വേഷൻ? A∈0/D - T + T/K എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഓൾറെഡി ടൈപ്പാണ്. ആ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ? D ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഫിൽ ചെയ്തിട്ടില്ല. ഡിയില് D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഫുൾ ആയിട്ട് ചെയ്തിട്ടില്ല, ഡയലക്ട്രിക് വെച്ച് ഫിൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഏരിയ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ? ഇവിടെ കവർ ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഈ ടൈപ്പ് പ്രോബ്ലത്തിൽ എന്താ പ്രത്യേകത മക്കളെ? കണ്ടോ, D ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. കേട്ടോ, D ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ രണ്ട് ഏരിയകളാണ്. അതായത് പകുതി ഏരിയ K1 ഉം പകുതി ഏരിയ K2 അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോ A/2 ഏരിയ K1 ഉം A/2 ഏരിയ K2 അങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ രണ്ട് D ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഏരിയയിൽ മാത്രമാണ് ഇവിടെ ചേഞ്ച് വന്നത്. ഏരിയ ഡിഫറന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ഏരിയ എല്ലാ ഡയലക്ട്രിക്കും ആ പ്ലേറ്റിന്റെ ഫുൾ ഏരിയ A എന്ന് പറഞ്ഞ ഏരിയ മൊത്തം കവർ ചെയ്തായിരുന്നു. ഈ കേസിൽ ഡയലക്ട്രിക്ക് പകുതി ഏരിയ മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡയലക്ട്രിക് വരുന്ന ഭാഗത്തിനെയും ഓരോ സെപ്പറേറ്റ് കപ്പാസിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതൊരു ഡയലക്ട്രിക് K1 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു ഏരിയ ഒരു ഭാഗമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കപ്പാസിറ്റർ എടുത്തു. K2 ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വരുന്ന ഈ ഭാഗത്തിന് നമ്മൾ വേറൊരു കപ്പാസിറ്റർ എടുക്കുന്നു. അപ്പൊ എത്ര ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ളോ അത്രയും ഡിഫറെന്റ് കപ്പാസിറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഞാൻ മക്കളെ ഇതിനെ C1 എന്ന് പറയുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ കപ്പാസിറ്റർ C2. അപ്പൊ മക്കളെ C1 ശ്രദ്ധിക്കൂ, ഞാൻ കപ്പാസിറ്ററിന്റെ വില എഴുതാൻ പോവാണ്. C1 ഈക്വൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം, എളുപ്പമാണ്, ശ്രദ്ധിച്ചാൽ മതി. C1 ഈക്വൽ മക്കളെ C1 ഈക്വൽ എന്താ വരിക? നമുക്ക് ആദ്യം തന്നെ ജനറൽ ഇക്വേഷൻ എഴുതാം. A∈0/D എന്നാണ് സാധാ കപ്പാസിറ്റർ ഇക്വേഷൻ. A∈0/D സാധാ കപ്പാസിറ്റർ ഇക്വേഷൻ ആണ്. C ഈക്വൽ. അപ്പൊ C1 ഈക്വൽ ടു മക്കളെ ശ്രദ്ധിക്കാം. C1 ഈക്വൽ എന്താ പ്രത്യേകത? ഏരിയ മൊത്തം C1 നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ മക്കളെ. C1 എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ നിൽക്കുന്നത് ഈ ഭാഗത്താണ്. എന്ന് പറയുമ്പോൾ എത്ര ഏരിയ ഉള്ളോ? A/2 ഏരിയ ഉള്ളൂ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവിടുത്തെ C1 എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഏന്ന് എഴുതാൻ പറ്റില്ല മക്കളെ, പകരം എന്താ എഴുതാൻ പറ്റുള്ളൂ? A/2. മനസ്സിലാവുണ്ടോ? ഏരിയക്ക് വരെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? A/2. കാരണം A/2 നിൽക്കണല്ലോ. ഇവ അടുത്ത കപ്പാസിറ്റർ വേറെ കപ്പാസിറ്റർ എടുത്താണ്. അപ്പോ A/2 ε0 മക്കളെ D ഓക്കെ ആണ്. D ഡിസ്റ്റൻസ്, ആ തിക്നെസ് മൊത്തം ഇവര് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിയിൽ യാതൊരു മാറ്റില്ല, D അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇവിടെ മാറ്റം എന്ന് ഏതില്ല? A/2. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഡയലക്ട്രിക് ഫുൾ ആയി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? K1 ഡയലക്ട്രിക് ഫുൾ ആയി ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയലക്ട്രിക് ഫുൾ ആയി ഫിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് K ടൈംസ് ആവും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസ് K ടൈംസ് ആവും. അപ്പൊ ഇവിടെ ഡയലക്ട്രിക് ഫുൾ ആയി വെച്ചിട്ടുണ്ട്. അപ്പൊ കപ്പാസിറ്റൻസ് എത്ര ടൈംസ് ആവും മക്കളെ? K ടൈംസ് ആവും. K എന്ന് പറയുമ്പോൾ ഇവിടെ K1 ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ K1 ടൈംസ് കൂടി എഴുതേണ്ടി വരും. അപ്പൊ K1 A/2 ε0/D. ഡൗട്ട് ഉണ്ടോ? എഴുതാൻ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് ഇതുകൂടി നോക്കാം. C2 ഈക്വൽസ് ഇവന് നമ്മൾ വേറൊരു കപ്പാസിറ്റർ എടുക്കണം അല്ല മക്കളെ? C2 ഈക്വൽസ് പറയൂ മക്കളെ. C2 ഈക്വൽസ് പറയും. K2 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ഫുൾ ആയി ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ K2 എന്ന ഡയലക്ട്രിക് നമ്മൾ ഫുൾ ആയി ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ K2
മക്കളെ എപ്സിലോൺ 0 അത് ഓക്കെയാണ്. എപ്സിലോൺ 0 ഏരിയ എത്ര നിൽക്കണല്ലോ മക്കളെ? a/2 നിൽക്കണല്ലോ. അപ്പൊ a/2 എപ്സിലോൺ 0 ബൈ മക്കളെ ഡി എത്രയാണ്? ഡി ഫുൾ ആയി നിൽക്കുന്നുണ്ട് ഈ മീഡിയം. അപ്പൊ നമുക്ക് ഡി തന്നെ എഴുതാം. അപ്പൊ മാറ്റങ്ങൾ ഇവിടെയുള്ളൂ മക്കളെ. a/2 ആ കാര്യത്തിൽ മാത്രം മാറ്റുള്ളൂ. കെ കൊണ്ട് എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു? ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിരിക്കും. നമ്മൾ കെ കൊണ്ട് ഇൻഡ്യൂ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഫിൽ ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ ഇത് C1 ഇതെന്താ മക്കളെ? C2. അപ്പൊ നമ്മൾ രണ്ട് കപ്പാസിറ്ററായി. ഞാൻ വീണ്ടും ആ ഫിഗർ കൂടെ വരയ്ക്കുന്നു. ഒന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ഇതാണ് നമ്മുടെ രണ്ട് കപ്പാസിറ്ററുകൾ. ഇത് K1, ഇതെന്താ മക്കളെ? ഇവിടേക്ക് K2. മക്കളെ ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത് അല്ലെ? ഇനി നമ്മൾ കണക്ഷനിലേക്ക് ഒന്ന് പോവാ. കണക്ഷനിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കണം മക്കളെ? ഇവിടെ നിന്നാണ് കണക്ഷൻ വരുന്നത് അല്ലെ? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നമ്മളൊരു കറണ്ട് വരുന്നു നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ മുകളിൽ നിന്ന് കറണ്ട് വരുന്നു, കണക്ഷൻ നിന്ന് നമ്മൾ ഇവിടെ വരയ്ക്കാം. ഇങ്ങനെ കണക്ഷൻ എന്ത് വരുന്നു? കറണ്ട് വരുന്നു. കറണ്ട് ഇങ്ങനെ കണക്ഷൻ വരുന്നു കഴിഞ്ഞാൽ സംഭവിക്കും മക്കളെ? ഇവിടെ എത്തിയിട്ട് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. എത്ര കപ്പാസിറ്റിക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും മക്കളെ? രണ്ട് കപ്പാസിറ്റിക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകും. K1ഉം K2ലേക്കും ഒരേ സമയത്ത് എൻട്രി ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ട്. അപ്പൊ കറണ്ട് മുകളിൽ നിന്ന് വരുന്ന കറണ്ട് ഈ രണ്ട് കപ്പാസിറ്റിക്ക് ഒരേ സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് എൻട്രി ചെയ്യുന്നു. ഒന്നിനെ പുറകെ ഒന്നായിട്ടാണോ K1ഉം K2 നിൽക്കണേ? അല്ല. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്നിനെ പുറകെ ഒന്നായിട്ടൊന്നല്ല K1 K2 നിൽക്കണേ. K1ഉം K2 ഒരേ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിൽക്കണേ. അപ്പൊ ഇവിടെ വരുന്ന കറണ്ട് K1ലേക്കും K2ലേക്കും അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കയറും. സംശയമില്ലല്ലോ. അപ്പൊ ഒരുമിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കയറും. അപ്പൊ ഒരുമിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കയറുമ്പോ അവിടെ ഏത് കണക്ഷനാണ് മക്കളെ? അങ്ങനെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് കണക്ഷനാണെന്ന് അർത്ഥം? പാരലൽ കണക്ഷൻ അർത്ഥം. അപ്പൊ പറഞ്ഞു വരുമ്പോ ഈ രണ്ട് കപ്പാസിറ്ററുകളും പാരലൽ. അതെങ്ങനെ പാരലൽ മനസ്സിലായാൽ ഞാൻ വീണ്ടും പറയുന്നു. കറണ്ട് എൻട്രി ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്ത് കയറും എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതാണ് ഇവിടെ കണക്ഷൻ എവിടേക്കാന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ കണക്ഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ മുകളിൽ നിന്ന് കറണ്ട് വരുന്നു, ഇവിടേക്കും സ്പ്ലിറ്റ് ചെയ്ത് കയറുന്നു. അപ്പൊ അത് ഏത് കണക്ഷനായി മക്കളെ? പാരലൽ കണക്ഷനായി. സംശയമുണ്ടോ? അപ്പൊ അത് പാരലൽ കണക്ഷനായി. അപ്പൊ ഈ രണ്ട് കപ്പാസിറ്ററും പാരലാണ് മക്കളെ. പാരലൽ ആകുമ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ വരിക? വെറും C1 + C2. അപ്പൊ ഇഫക്റ്റീവ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ രണ്ട് കപ്പാസിറ്ററുകളുടെയും സമ്മാണ് മക്കളെ. C1 എത്രയാണ്? നമുക്ക് K1 a/2 എപ്സിലോൺ 0 ബൈ ഡി. C2 എത്രയാണ്? K2 a/2 എപ്സിലോൺ 0 ബൈ ഡി. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് എടുക്കാം. a/2 എപ്സിലോൺ 0 ഡി നമുക്ക് പുറത്തെടുത്താൽ വരും മക്കളെ? K1 + K2. a/2 എപ്സിലോൺ 0 ബൈ ഡി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ നമുക്ക് കിട്ടും K1 + K2. ഇതാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ. സംശയമുണ്ടോ? അപ്പോ ഇങ്ങനെ എങ്ങനെ വന്നിരിക്കുന്നു? ഈ ഡയലക്ട്രിക്കിന്റെ പ്രത്യേകത, ഈ ഡയലക്ട്രിക് ഏരിയനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ അപ്പൊ ഏരിയനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്ന ഡയലക്ട്രിക് വരുന്ന കേസുകൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ഡയലക്ട്രിക്കുള്ള ഭാഗത്തിനെയും ഓരോ കപ്പാസിറ്റർ എടുത്തിട്ട് അതിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് പാരലൽ ആണോ സീരീസ് ആണോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യാം? നമ്മള് പാരലൽ ആണെങ്കിൽ C1 + D ചെയ്യുക. സീരീസ് ആണെങ്കിൽ 1/C ഇഫക്റ്റീവ് 1/C1 + 1/C2 ചെയ്തിട്ട് നമുക്ക് C ഇഫക്റ്റീവ് കണ്ടുപിടിക്കാം. ഇത്രയാണ് അതിന്റെ കേസ്. വളരെ സിമ്പിൾ ആണ്, പഠിച്ചാൽ മതി. ഓക്കെ മക്കളെ, നമുക്ക് ഇനി ഒരു പുതിയ ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നിൽക്കുന്നത് മക്കളെ. ഇതാണ് രണ്ട് പ്ലേറ്റ് ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത് ഫസ്റ്റ് പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ്. കണക്ഷൻ എവിടെ വരെ നോക്കണം കേട്ടോ. മുകളിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഗ്യാപ്പിൽ നമ്മൾ 3 ഡയലക്ട്രിക്കുകൾ ഫിൽ ചെയ്തിട്ടുണ്ട് മക്കളെ. ശ്രദ്ധിച്ചോളൂ. K1, K2, K3 എന്നുള്ള 3 ഡയലക്ട്രിക് ഫിൽ ചെയ്തിട്ടുണ്ട് മക്കളെ. ഇത് D/2, ഇതും D/2 ഉണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് D/2, ഇത് A/2, ഇതും A/2. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത, ഇത് നല്ലൊരു പ്രോബ്ലം ആണ്. കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റിനെയും /2 ആക്കിയിട്ടുണ്ട്, ഏരിയനെയും /2 ആക്കിയിട്ടുണ്ട് ഡയലക്ട്രിക്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റും /2 വന്നിട്ടുണ്ട്, ഏരിയയും /2 വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതേപോലെയുള്ള പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും നമുക്ക് പറയാം എന്താ ചെയ്യേണ്ടത്. നമ്മൾ എത്ര ഡയലക്ട്രിക് ഉണ്ടോ അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കപ്പാസിറ്ററായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ എത്ര ഡയലക്ട്രിക് ഉണ്ടോ അവരൊക്കെ നമ്മൾ ഓരോ കപ്പാസിറ്റർ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇതാണ് ഇവിടെ ഞാൻ C1 കൺസിഡർ ചെയ്യുമ്പോൾ ഇവനാണ് C1, ഇവനാണ് C2, ഇവനാണ് C2. അങ്ങനെ 3 ഡയലക്ട്രിക് വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഫിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ 3 കപ്പാസിറ്ററാണ് നമ്മൾ അവിടെ പ്രതീക്ഷിക്കുന്നത്. C1, C2, C3. അതിൽ നമുക്ക് C1 എഴുതാം മക്കളെ. വളരെ സിമ്പിൾ. നിങ്ങൾ ആലോചിച്ചാൽ C1 നോക്കൂ. C1 എന്ന് ഇവനാണ്. ഇവനെ ഫുൾ ആയിട്ട് ഫിൽ ചെയ്തിരിക്കുന്നു. ആരായിട്ട് ഫുൾ ആയി ഫിൽ ചെയ്തിരിക്കണേ? K1 എന്നുള്ള ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള മെറ്റീരിയൽ വെച്ചാൽ ഫുൾ ആയി ഫിൽ ചെയ്തിരിക്കണേ. അപ്പൊ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ച് ഫുൾ ആയി ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും? K1 ടൈംസ് എന്തായാലും വരും കപ്പാസിറ്റൻസ്. അപ്പൊ കപ്പാസിറ്റർ ഇക്വേഷനിൽ K1 × എന്നുള്ള ഉറപ്പാണ്. അപ്പൊ K1 × മക്കളെ ഏരിയ എത്രയുള്ളൂ മക്കളെ? K1 ഫസ്റ്റ് കപ്പാസിറ്റർ ഏരിയ എത്രയുള്ളൂ മക്കളെ? /2 ഏരിയ ഉള്ളൂ. A/2 എപ്സിലോൺ 0 ബൈ
മക്കളെ ഇതിന്റെ തിക്നെസ് എത്ര, ഐ മീൻ ഡിസ്റ്റൻസ് എത്ര മക്കളെ, d/2 ഉള്ളോ. ശ്രദ്ധിക്കട്ടാ, ഡിസ്റ്റൻസ് d/2 ഉള്ളോ, കാരണം പകുതിയുള്ളോ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, d/2 എഴുതാം. ഓക്കെ, കുഴപ്പമില്ലല്ലോ മക്കളെ. ഈ 2 ക്യാൻസൽ ചെയ്യും. അപ്പൊ എന്ത് വരും, K1 A∈0/d എന്ന് വരും. അതാണ് നമ്മുടെ ഫസ്റ്റ് കപ്പാസിറ്റി. നമ്മുടെ ഇക്വേഷൻ വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ കപ്പാസിറ്റി നിങ്ങൾ എഴുതാം മക്കളെ. രണ്ടാമത്തെ കപ്പാസിറ്റി ഏത് മീഡിയം വെച്ച ഫില്ല് ചെയ്തേ, K2 മീഡിയം വെച്ച ഫില്ല് ചെയ്തേ, ഫുൾ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കളെ ഫുൾ ആയി ഫില്ല് ചെയ്യുമ്പോൾ അത്രയും ടൈംസ് വരണം. അപ്പൊ K2 ടൈംസ് വരണം. അപ്പൊ K2 ഇൻറ്റു എത്ര ഏരിയ മക്കളെ, A/2 എത്ര ഡിസ്റ്റൻസ്, d/2. അപ്പോൾ മക്കളെ ബൈ ടു വെട്ടി പോകുന്ന വരും K2 A∈0. അപ്പൊ C2 കഴിഞ്ഞു. ഇനി C3 എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ. C3 വരാണ്. C3 K3 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് വെച്ചാ ഫില്ല് ചെയ്തിരിക്കണം. അപ്പൊ K3 ഇൻറ്റു ആലോചിച്ചോക്ക് ഈ K3 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ഫുള്ളായി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലേ. K3 എന്ന് പറഞ്ഞ ഡയലക്ട്രിക് ഫുള്ളായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഫുൾ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് പകുതിയാണെങ്കിലും ഫുൾ ആയിട്ട് ഏരിയ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം, ഏരിയ A/2 എഴുതേണ്ട ആവശ്യമില്ല. ഇല്ല, ഇവിടെ A/2 എഴുതാം, കാരണം ഇവിടെ പകുതിയുള്ളൂ. കണ്ട ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവരും പകുതിയാണ്, പക്ഷെ ഇവൻ ഫുൾ ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ A∈0 അവിടെ മക്കളെ d/2 ആ 2 അടുക്കി വരുമ്പോ മക്കളെ മോളിൽ കയറും. അപ്പൊ C3 = 2K3 A∈0/d എന്നുള്ള ഇത് വരും. അപ്പൊ 3 കപ്പാസിറ്റി വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം മക്കളെ, ഇനി നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ വെറുതെ നോക്കുക. ഞാനിവിടെ ഗ്രീനിങ്ങിൽ കാണിച്ചു തരാം മക്കളെ. കറണ്ട് ഇവിടെ നിന്നാണ് കണക്ഷൻ തന്നെ മോളിൽ നിന്ന്. അപ്പൊ കറണ്ട് ഇങ്ങനെ വരുന്നു. കറണ്ട് ഇവിടെ സംഭവിക്കും മക്കളെ, സ്പ്ലിറ്റ് ചെയ്യും. ആർക്കൊക്കെ കൂടി സ്പ്ലിറ്റ് ചെയ്യും മക്കളെ, ഇവനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും C1 ഉം C2 ഉം പാരലൽ. അങ്ങനെ C1 C2 കയറി വരുന്ന കറണ്ട് പിന്നെ ആർക്കൂടെ പാസ് ചെയ്ത് പോകും മക്കളെ, C3 കൂടെ പാസ് ചെയ്തു. അപ്പൊ C1 ഉം C2 ന് ശേഷം പുറകിലായിട്ടാണ് ആര് നിൽക്കണേ, C3 നിൽക്കണേ. അപ്പൊ C1 ഉം C2 ഉം പാരലൽ. എന്തുകൊണ്ടാണ് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കയറുന്നത്? ആ സാധനം C3 ആയിട്ട് സീരീസ് ആണ് മക്കളെ, അല്ലെ. C3 ആയിട്ട് സീരീസ്. അപ്പൊ വരുന്ന കറണ്ട് നിങ്ങൾ വെറുതെ ശ്രദ്ധിക്കും മക്കളെ. വരുന്ന ഇങ്ങനെ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 വഴികളുണ്ട്. ഏതൊക്കെ വഴിയുണ്ട് മക്കളെ? C1 ഉണ്ട്, C2 ഉണ്ട്. അപ്പൊ C1 ഉം C2 കൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോവാം. അപ്പൊ ഈ C1 ഉം C2 ഉം പാരലൽ. ആ C1 ഉം C2 ഉം പാരലൽ ആണ്. അവരും ഈ C3 എന്നാണ് മക്കളെ സീരീസാ. കാരണം ഈ C1 ഉം C2 ന് ഒന്നിനെ പുറകെ ഒന്നാക്കണം നിൽക്കണേ, C3 നിൽക്കണേ. അപ്പൊ C3 സീരീസാ. അപ്പൊ ഞാനിവിടെ എഴുതുന്നത് ശ്രദ്ധിക്കുക, C1 and C2 പാരലൽ. കണ്ടോ C1 and C2 പാരലൽ. അപ്പൊ C1 and C2 പാരലൽ. അപ്പൊ നമുക്ക് ആദ്യം അവന്റെ ഇഫക്റ്റീവ് പിടിക്കാം. എങ്ങനെയാണ് പിടിക്കുക അവന്റെ ഇഫക്റ്റീവ്? C effective equal to, ഇത് മൊത്തം ഇഫക്റ്റീവ് അല്ല മക്കളെ, ശ്രദ്ധിക്കണം. C1 C2 കേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ C1 C2 ഇഫക്റ്റീവ് എത്ര വരും മക്കളെ? പാരലൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. C effective എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണം? C1 + C2 എന്ന് പറയുമ്പോൾ ഇവർ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? K1 A∈0/d plus K2 A∈0/d. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? C effective equal to പറയൂ, C effective equal to A∈0/d K1 plus K2. A∈0/d K1 plus K2 അത് കിട്ടും. അവനും C3 എന്താണ് മക്കളെ? This C effective and C3 are in series. എങ്ങനെ സീരീസ് പറഞ്ഞേ? ഒന്നിന് പുറകെ, ഇവർക്ക് പുറകെ. അപ്പൊ C3 ആയിട്ടാണ് മക്കളെ സീരീസ് ആണ്. മനസ്സിലുണ്ടോ? അങ്ങനെ വരുമ്പോ ടോട്ടൽ ഇഫക്റ്റീവ് എന്താ വരാം മക്കളെ? 1/C ഇഫക്റ്റീവ്. ഇതാണ് അവസാനത്തെ ഇഫക്റ്റീവ് കേട്ടോ. ഇതാണ് ആൻസർ. ഈ ഇഫക്റ്റീവ് ഈ C1 C2 ആണോ? ശ്രദ്ധിക്കണേ. 1/C ഇഫക്റ്റീവ് ഈക്വൽ ടു 1/C3 അല്ലെ? 1/C3 പ്ലസ് 1/C ഇഫക്റ്റീവ് ഓഫ് C1 and C2. മക്കളെ ഇത് ടോട്ടൽ ഇഫക്റ്റീവ്. ഈ C ഇഫക്റ്റീവ് ഇതിന്റെയാണ്. അത് നോക്കുകയാണെങ്കിൽ C4 നോക്കാം. അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യണം? C4 നോക്കാം. അപ്പൊ ശ്രദ്ധിക്കണം, C3 യും ഇവനും പാരലൽ, സോറി സീരീസാ. അപ്പൊ 1/C ഇഫക്റ്റീവ് 1/C3 പ്ലസ് 1/C4. തെറ്റിക്കോ മക്കളെ? അപ്പൊ എന്താ പറഞ്ഞേ? C1 ഉം C2 ഉം പാരലൽ. അപ്പൊ അവരെ കണ്ടുപിടിച്ചു ഇഫക്റ്റീവ്. ആ ഇഫക്റ്റീവിനെ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? C4 കൊടുക്കാം. ആ C4 ഉം C3 എന്താണ് മക്കളെ? സീരീസ് ആണ്. അപ്പൊ എന്ത് വരും? 1/C ഇഫക്റ്റീവ് ഈക്വൽസ് 1/C3. മക്കളെ 1/C3 C3 നമ്മളോട് എഴുതിയിട്ടുണ്ട്. 1/C3 എന്ന് പറയുമ്പോൾ തലയിരിക്കണം d/2K3 A∈0 പ്ലസ് 1/C4. മക്കളെ C4 ഇത് തലയിരിക്കണം. തലയിരിക്കുമ്പോൾ എന്ത് വരും മക്കളെ?
തന്നിരിക്കുമ്പോ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു K1 പ്ലസ് K2. സോ 1 ബൈ സി ഇഫക്റ്റീവ് ഈക്വൽ ടു മക്കളെ ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 കോമൺ ആയി കൊടുത്തിട്ട് എഴുതാം അല്ലെ. ഡി ഡിവൈഡഡ് ബൈ എ എപ്സിലോൺ 0 കോമൺ ആയി കൊടുത്തിരുന്നത് വരും മക്കളെ 1 ബൈ 2 K3 പ്ലസ് 1 ബൈ K1 പ്ലസ് K2. ഓക്കെ, ഇതാണ് 1 ബൈ സി. അപ്പൊ സി ഇഫക്റ്റീവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നല്ലോ. അപ്പോ സി ഇഫക്റ്റീവ് നിങ്ങൾ കണ്ടുപിടിച്ചു വരിക. ഞാൻ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോ ശ്രദ്ധിക്കണം, ഇവർ രണ്ടുപേരും പാരലൽ. ആ രണ്ട് പാരലിനെ കണ്ടുപിടിച്ചതിന് ശേഷം അവനും ഈ സി എന്താണ് മക്കളെ സീരീസ്. റൈറ്റ്, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യാം.